അസ്സലാമലൈക്കും. ഞാൻ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 93 ഓഡിറ്റിംഗ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ് പറഞ്ഞാൽ എന്താണെന്നാണ്. പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ്. ക്ലയൻറ്റിൻ്റെ വർക്ക് ഓഫ് ഓഡിറ്റ് പ്രീ അറേഞ്ച് ചെയ്യുന്നതിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതിനെയും പറയുന്നതാണിത് പ്ലാനിങ് ഓഫ് ഓഡിറ്റ് എന്ന്. അതിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ഒരു വർക്ക് ഓഫ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സാണുള്ളത്. ആഫ്റ്റർ റിസീവിങ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഫ്രം ദ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ റിസീവ് ചെയ്തതിന് ശേഷം ദ പ്രിലിമിനറി സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ് ബിഗിൻ. ഓഡിറ്റിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്സ് ബിഗിൻ ചെയ്യുന്നതാണ്. ഒരു ഓഡിറ്റർ എന്തായിരിക്കണം, ഓഡിറ്റിൻ്റെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് എന്തായിരിക്കണം, സ്റ്റഡി ചെയ്തിരിക്കണം. അത് കണ്ടക്ട് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ഓഡിറ്റ് അറിഞ്ഞിരിക്കണം ഓഡിറ്റർ. അലൊക്കേഷൻ ഓഫ് ടൈം, അറേഞ്ചിങ് ദ വർക്ക് എമംഗ് ദ ഓഡിറ്റ് സ്റ്റാഫ് ആർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദി ഓഡിറ്റ് പ്ലാനിങ്. ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ആണ് അലൊക്കേഷൻ ഓഫ് ടൈമും അറേഞ്ചിങ് ദ വർക്ക് എമംഗ് ദ ഓഡിറ്റ് സ്റ്റാഫ്. ദ ഓഡിറ്റർ ഷുഡ് റിയലൈസ് സ്കോപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓഡിറ്റർ എന്തായിരിക്കണം, സ്കോപ്പും റെസ്പോൺസിബിലിറ്റിയും റിയലൈസ് ചെയ്തിരിക്കണം. ഹി ഹാസ് ടു ഡിസൈഡ് ദ ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാനുള്ള ടെക്നിക്സ് എന്തായിരിക്കണം, ഡിസൈഡ് ചെയ്തിരിക്കണം. പിന്നെ പ്രിപ്പയർ ആൻഡ് പ്രൊസീഡ് വിത്ത് ഓഡിറ്റ്. ഓഡിറ്റർ എന്തായിരിക്കണം, പ്ലാൻ ചെയ്തിരിക്കണം എങ്ങനെയാണ് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും പ്രൊസീഡ് ചെയ്യുന്നതും. ഓഡിറ്റർ ഹാസ് ടു ടേക്ക് സെർട്ടൻ. ഒരു ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുമ്പ് സെർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സിന് പറയുന്നതാണ് എന്ത്, പ്രിലിമിനറി സ്റ്റെപ്സ് എന്ന്. വാട്ട് പ്രിലിമിനറി സ്റ്റെപ്സ് ഷുഡ് ആൻ ഓഡിറ്റർ ടേക്ക് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ്. ഒരു ന്യൂ ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം പ്രിലിമിനറി സ്റ്റെപ്സാണുള്ളത് എന്നാണ് നെക്സ്റ്റ് പേജിൽ പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ദ ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഈസ് ഇൻ ഓർഡർ. അയാളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിലാണോ എന്ന് ഫൈൻഡ് ചെയ്യണം. ഇൻ കേസ് ഓഫ് കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ തന്നിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇതിലുള്ളത്. ഇഫ് ഹി ഈസ് ബീൻ അപ്പോയിൻറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് റിട്ടേണിംഗ് ഓഡിറ്ററിൻ്റെ പ്ലേസിലാണ് വരുന്നതെങ്കിൽ, പൊസിഷനിലാണ് വരുന്നതെങ്കിൽ ഈ ഷുഡ് ഗെറ്റ് എ കൺസെൻറ്റ് ലെറ്റർ. അയാൾ എന്തിരിക്കണം, പ്രീവിയസ് ഓഡിറ്ററിൻ്റെ കൺസെൻറ്റ് ലെറ്റർ അനുസരിച്ചിട്ടാവും. നെക്സ്റ്റ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഓർ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. എൻ ഓഡിറ്റർ എൻഗേജ്മെൻറ്റ് ലെറ്റർ ടു ഹിസ് ക്ലയൻറ്റ് സിഗ്നിഫൈസ് കൺഫർമേഷൻ. എന്തൊരു അപ്പോയിൻമെൻറ്റ് ആസ് ദ ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് എന്തായിരിക്കും, ഒരു കൺഫർമേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ക്ലയൻറ്റിൻ്റെ കൺഫർമേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് എന്ത്, ഓഡിറ്റർ എൻഗേജ്മെൻറ്റ് എന്ന്. ദ ഓഡിറ്റർ ഷാൾ പ്രിപ്പയർ എ മെമ്മറാണ്ടം ലിസ്റ്റിംഗ്. ഓഡിറ്റർ എന്തായിരിക്കണം, ഒരു മെമ്മറാണ്ടം ലിസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യണം. പോയിൻറ്റ്സ് അഗ്രീഡ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ഹിം. അയാളും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു മെമ്മറാണ്ടം ലിസ്റ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യിക്കണം. ദ ഓഡിറ്റർ സെൻഡ് എ കോപ്പി ഓഫ് എ മെമ്മറാണ്ടം ടു ദ ക്ലയൻറ്റിൻ്റെ എന്തായിരിക്കണം, ഓഡിറ്റർ ഒരു മെമ്മറാണ്ടത്തിൻ്റെ ഒരു കോപ്പി സെൻഡ് ചെയ്തിരിക്കണം. അതിലെന്തായിരിക്കണം, സ്റ്റേറ്റ് ചെയ്തിരിക്കണം, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് ഓഫ് ഓഡിറ്റർ എന്തും സ്റ്റേറ്റ് ചെയ്തിരിക്കണം. എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു ദ ക്ലയൻറ്റ് ആൻഡ് ഫോം ഓഫ് എനി റിപ്പോർട്ട്സ്. ഇൻ കേസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒബ്ജക്റ്റീവ്സും സ്കോപ്പ് ഓഫ് ഓഡിറ്റും എന്തായിരിക്കണം, റെലവൻറ്റ് ആ ലോ അനുസരിച്ച് എന്തായാലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് പോയിൻറ്റ്, സ്റ്റഡി നാച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ്. ദ അഗ്രീഡ് ബിറ്റ്വീൻ ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ എന്തായിരിക്കണം, നാച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഒരു അപ്പോയിൻമെൻറ്റ് എന്തായിരിക്കണം, സ്റ്റഡി ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം നാച്ചർ, സ്കോപ്പ്, ഡ്യൂട്ടീസൊക്കെ അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻ കേസ് ഓഫ് അതർ ഫേമിൻ്റെ കേസിലാണെങ്കിൽ ഈ ഷുഡ് ഒബ്റ്റൈൻ ഡെഫിനിറ്റ് ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്ന പോലെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നാച്ചർ, സ്കോപ്പ്, ഡ്യൂട്ടീസ്, വർക്ക്സ് ആൻഡ് ഡ്യൂട്ടീസൊക്കെ ഉണ്ടാവും. ദിസ് അഗ്രി കണ്ടെയ്ൻ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ഈ അഗ്രിമെൻറ്റിൽ എന്തായിരിക്കും, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. വെദർ ദ ഓഡിറ്റർ ഹാസ് ടു ഡു ദ അക്കൗണ്ടൻസി വർക്ക് ഓർ ദ both accountancy and audit work. His remuneration time for completions of work are mentioned in the agreement. ആ അഗ്രിമെൻറ്റിൽ റെമ്യൂണറേഷനും ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് വർക്കിൻ്റെ കംപ്ലീഷൻ ടൈം എന്തായിരിക്കണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർത്ത് പോയിൻറ്റ്, അക്വയർ നോളജ് അബൌട്ട് ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. ഓഡിറ്റർ ഷുഡ് ഗെറ്റ് ഫുള്ളി അക്വൻറ്റ്. ബിസിനസ്സിൻ്റെ നാച്ചറുമായിട്ട് ഫുള്ളി അക്വൻറ്റ് ആയിട്ടിരിക്കണം. നെക്സ്റ്റ് പേജിലുള്ളതാണ് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്. ഫിഫ്ത്ത് പോയിൻറ്റ്, വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. അയാളിപ്പോൾ ഇൻ കേസ് ഓഫ് കമ്പനിയുടെ കേസിലാണെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്തായിരിക്കണം, ഇതിൽ ലീഗൽ ഡോക്യുമെൻറ്റ്സൊക്കെ
സ്റ്റഡി ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഈ ഷുഡ് നോട്ട് ഡൗൺ എഫക്റ്റ് ചെയ്യുന്ന ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ക്ലോസസും എന്തായിരിക്കണം നോട്ട് ഔട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് 6th പോയിൻറ്റ് ഈ ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ ബുക്സ് മെയിൻറ്റെയിൻ ഇൻ ദ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആരാണ് കീപ്പ് ചെയ്തിരിക്കുന്നതും അയാളുടെ സിഗ്നേച്ചറും എല്ലാ ഡീറ്റെയിൽസ് എന്തായിരിക്കണം ലിസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ സച്ച് സാധനങ്ങളെ കൂടെ അറ്റ്ലീസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒഫീഷ്യൽ ഓഫ് ദ ഫേമിൻ്റെ ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ബുക്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സാധനങ്ങളെ കൂടെ അറ്റ്ലീസ്റ്റ് ചെയ്യിക്കണം. 7th പോയിൻറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഓഡിറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും ഡ്യൂറിങ് ദ കറൻറ്റ് ഇയറിൻ്റെ അക്കൗണ്ട്സും തമ്മിൽ എന്തായിരിക്കണം എന്ന് വെരിഫൈ ചെയ്യണം. ഹാവ് ബീൻ ഓപ്പൺഡ് വിത്ത് ദോസ് ബാലൻസ് വിച്ച് അപ്പിയർഡ് ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ്സ്. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റും കറൻറ്റ് ഇയറിൻ്റെ ബാലൻസ് ഷീറ്റും തമ്മിൽ എന്തായിരിക്കണം ഒന്ന് ഓപ്പൺ ചെയ്യണം. Examine accounting system. It should examine the accounting system employed by the client and familiar with the accounting systemമായിട്ട് എന്തായിരിക്കണം ക്ലയൻറ്റ് ഫെമിലിയർ ആയിരിക്കണം. അതിലെന്തെങ്കിലും വീക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അയാൾക്ക് ഡ്രോബാക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിൻറ്റ് 9th പോയിൻറ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഓർ കൺട്രോൾ സിസ്റ്റം. ഇഫ് ദ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഈസ് എൻ ഓപ്പറേഷൻ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഓപ്പറേഷൻ ആണെങ്കിൽ ഈ ഷുഡ് ഗെറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്കിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. എക്സാമിൻ ദ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെയും സിസ്റ്റത്തിൻ്റെയും എന്തായിരിക്കണം സ്കോപ്പാണ് എക്സാമിൻ ചെയ്യണം. ഇഫ് എനി ഓപ്പറേഷൻ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നോട്ട് ഡൗൺ ഇറ്റ്സ് വീക്ക്നെസ് അതിൻ്റെ വീക്ക്നെസ് എന്തായിരിക്കണം നോട്ട് ഡൗൺ ചെയ്യണം. 10th പോയിൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലയൻറ്റ് സ്റ്റാഫ്. ഓഡിറ്റർ എന്തായിരിക്കണം ക്ലയൻറ്റിൻ്റെ മെമ്പേഴ്സ് ഓഫ് ദ ക്ലയൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കണം എക്സാമിൻ ചെയ്യണം. ബുക്ക് കെപ്റ്റ് ബൈ ദം സ്റ്റാഫ് ഇൻ റിലേഷൻ ടു ദി ബുക്ക് കെപ്റ്റ് ബൈ ദം. 9th പോയിൻറ്റ് ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസ്. ദ ഓഡിറ്റർ ഷോ ഒബ്റ്റെയിൻ ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൽ ഓഫീസേഴ്സിൻ്റെ നെയിം എന്തായിരിക്കണം ഷുഡ് ഒബ്റ്റെയിൻ ചെയ്യണം. ആൻഡ് പെർട്ടിക്കുലേഴ്സ് ഓഫ് വർക്ക് ഓരോ വർക്കും പെർട്ടിക്കുലർ വർക്ക് കൺട്രോൾ ചെയ്യുന്നതും ആൻഡ് റേഞ്ച് ഓഫ് ദെയർ അതോറിറ്റി. 12th പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയൻറ്റ്. ഓഡിറ്റർ ഷുഡ് ഇഷ്യൂ ക്ലിയർ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഓഡിറ്റർ ഇഷ്യൂ ചെയ്യണം. ദ ഗ്രാവിറ്റി ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ്സ്. ഒരു ബിസിനസ്സിൻ്റെ ഗ്രാവിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ സൈസിനെയും നേച്ചറിനെയും. ജനറലി ഇത് ഓഡിറ്റർ ചോദിച്ചിരിക്കണം ക്ലയൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ കയ്യിൽ ടു കീപ് ദ ഡോക്യുമെൻറ്റ്സ് റെഡി അറ്റ് ഹാൻഡ്. ഫോളോയിങ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം ക്ലയൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ കയ്യിലോ എപ്പോഴും റെഡി ആയിരിക്കണം. ഫസ്റ്റ് ദ ബുക്ക് ഓഫ് ദ അക്കൗണ്ട് ക്ലോസ്ഡ് ആൻഡ് ബാലൻസ്ഡ്. ബുക്ക് എന്തായിരിക്കണം ക്ലോസ്ഡ് ആയിരിക്കണം ബാലൻസ്ഡ് ആയിരിക്കണം. ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബിഫോർ ഓഡിറ്ററിന് മുന്നേ എന്തായിരിക്കണം ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ട്സും എന്തായിരിക്കണം പ്രിപ്പയർ ചെയ്യിക്കണം. നെക്സ്റ്റ് ഓൾ ദ വൗച്ചേഴ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് സീരിയലി ആൻഡ് ഡാറ്റാബേസ് ആയിട്ടോ സീരിയലായിട്ടോ പ്രോപ്പർലി വൗച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യണം. 3rd ഷെഡ്യൂൾസ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഗുഡ് ഡൗട്ട്ഫുൾ ആൻഡ് ബാഡ് ഡെബ്റ്റ്സ്. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻഡിച്ചർ പ്രീപെയ്ഡ് അക്യൂർഡ് ഇൻകം ആൻഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് എന്തായിരിക്കണം റെഡിയാക്കണം. നെക്സ്റ്റ് ഡീറ്റെയിൽഡ് സ്റ്റോക്ക് ഷീറ്റ് ഇൻക്ലൂഡിംഗ് മെത്തേഡ്സ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ. നെക്സ്റ്റ് പോയിൻറ്റ് ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റിംഗ് ദെയർ കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. നെക്സ്റ്റ് സർട്ടിഫൈഡ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് സർട്ടിഫൈഡ് ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് ബൈ ഏജൻറ്റ്സ്. Next list of sales returns and purchase returns. Next list of all important title deeds and important contract deeds. Next a list of deferred revenue expenditure. Next a list containing details of permanent capital expenditure. Next list containing names and address of managers and managing directors. മാനേജേഴ്സിൻ്റെയും മാനേജിങ് ഡയറക്ടേഴ്സിൻ്റെയും നെയിമും അഡ്രസ്സും എന്തായിരിക്കണം ലിസ്റ്റിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓഡിറ്റ് ഓഫ് എ കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ ഓഡിറ്റർ മസ്റ്റ് ഗോ ത്രൂ പ്രോസ്പെക്റ്റീവ് കോൺട്രാക്ട് വിത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് വെൻഡേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും എന്താണ് പ്രോസ്പെക്റ്റ് കോൺടാക്റ്റ് എന്താണ് ഗോ ത്രൂ അവരിന്ന് പ്രോസ്പെക്ട്സ് കോൺടാക്റ്റും പ്രൊമോട്ടേഴ്സും
with promoters and vendors. Next, 13th point, preparation of an audit program. An audit program is a detailed plan of work. Audit വർക്കിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാനാണ് എന്ത് ഓഡിറ്റ് പ്രോഗ്രാം. ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റ് പെർഫോം ചെയ്യാനുള്ളതിന് ഡീറ്റെയിൽഡ് പ്ലാൻ, ഓഡിറ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാനിന് പറയുന്നത് ആൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 14th point, സിസ്റ്റം ഓഡിറ്റ്. സിസ്റ്റം ഓഡിറ്റ് പറയുന്നത് സിസ്റ്റം ഓഡിറ്റ് ഈസ് എൻ ഓഡിറ്റ് ഓഫ് ആൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എന്താണ് ഓഡിറ്റാണ്. സിസ്റ്റം ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഓഫ് ആൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർസ്. ദ ഓഡിറ്റർ വാണ്ട്സ് ടു അസസ് എഫക്റ്റ് ഓഫ് എ കമ്പ്യൂട്ടർ എന്തൊക്കെയാണ്? പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, റിട്രീവ്ഡ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് എ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സിസ്റ്റം ഓഡിറ്റ് ഈസ് എൻ പ്രിലിമിനറി ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ഒറിജിനൽ. ഒരു ഒറിജിനൽ വർക്ക് ഓഫ് ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുന്നത്തെ ഒരു പ്രിലിമിനറി ഓഡിറ്റാണ് എന്ത്? സിസ്റ്റം ഓഡിറ്റ്. 15th point, distribution of audit work. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ദ ഓഡിറ്റർ ഡിവൈഡ് ദ വർക്ക് എമംഗ് ഹിസ് അസിസ്റ്റൻസ്. അവരുടെ സ്കില്ലിനെയും ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ട് എന്തായിരിക്കും ഓഡിറ്റർ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അസിസ്റ്റൻസിന്. ദ അലോട്ട്മെൻറ്റ് ഓഫ് വർക്ക് മേ ബി കമേഡ് വിത്ത് സീനിയർ ആൻഡ് ജൂനിയർ അസിസ്റ്റൻസ്. ഈ വർക്ക് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് സീനിയേഴ്സിന് അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിരിക്കും. ദ ഓഡിറ്റർ ഹാസ് ടു സൂപ്പർവൈസ്. ഓഡിറ്റർ എന്തായിരിക്കുക? സൂപ്പർവൈസ് ദ വർക്ക് ഹാസ് ടു ഗിവ് എസ് ഫിനിഷിംഗ് ടച്ച് ടു ദ സെയിം. ഓഡിറ്റർ സൂപ്പർവൈസിന് വർക്ക് കൊടുക്കും. ആൻഡ് ഫിനിഷിംഗ് ടച്ച് ടു ദ സെയിം, ഫിനിഷിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. 16th point, preparation and submission of audit report. Finally, the auditor submits. ലാസ്റ്റത്തെ പോയിൻ്റാണ് എന്ത്? പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. Finally, the auditor submit the audit report in accordance with agreement. അഗ്രിമെൻറ്റ്സ് പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കും? സബ്മിറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. താങ്ക് യു.